ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കടലവകാശം കടലിന്റെ മക്കൾക്ക് എന്ന സന്ദേശമുയർത്തി കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിറിയക്ക് ചായിക്കാടൻ നയിക്കുന്ന തീരസംരക്ഷണ ജാഥക്ക് മെയ് 4 താനൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കടൽ ഖനനം കൊല്ലം ശക്തികുളങ്ങര ഹാർബറിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 26 കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം ഹാർബറിൽ ധർണാ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് ചാവക്കാടും മൂന്നാമത് പൊന്നാനി ഹാർബറിലുമാണ് ഖനനത്തിന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ മണൽഖനനം നടത്തി കഴിഞ്ഞാൽ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരുകയും അതോടുകൂടി മത്സ്യസമ്പത്ത് കേരള തീരത്ത് നാമാവശേഷമാകുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ പരോക്ഷമായും പ്രത്യക്ഷമായും ബാധിക്കുന്ന ഒരു നിയമ സംവിധാനമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് ഈ ജാഥയിൽ കേരള യുവജന വിഭാഗം ആവശ്യപ്പെട്ടത്. 10 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയും മത്സ്യ അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തെയും ബാധിക്കുന്ന കടൽ മണൽ ഖനനം ഉപേക്ഷിച്ചു കടലവകാശം കടലിന്റെ മക്കൾക്ക് നൽകണം എന്നതാണ് യാത്രയുടെ ആവശ്യം. മെയ് 1 കാസർഗോഡിൽ നിന്നും ആരംഭിച്ച ജാഥ 9 തിരുവനന്തപുരത്ത് സമാപിക്കും. 4 വൈകിട്ട് 4 മണിക്ക് താനൂർ വായക്കത്തെരുവിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ സിറിയക്ക് ചായിക്കാടൻ, കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താണി, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം രാജ് കെ ചാക്കോ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ തേജസ് മാത്യു, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് എഡ്വിൻ തോമസ് തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും. ന്യൂസ് ഡെസ്ക് 20 TV.